മിനിമം +2 വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് പുതിയൊരു അപേക്ഷ ഓൺലൈനായിട്ട് ഇപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. മിനിമം +2 മതി. കേരളത്തിലായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കാൻ പോകുന്നത്. കാരണം കേരള PSC വിളിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. അതുപോലെ തന്നെ മിനിമം +2 ഉള്ള ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ, അതുപോലെ ഒരുപാടധികം സുഹൃത്തുക്കൾ, സഹോദരന്മാർ ഒരുപാട് പേര് നമുക്കുണ്ടാകും. അവരിലേക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗസറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ, അതായത് 31/7/2025 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 3/9/2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇത് ലാസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ. ഇതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, PSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സോ അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ, നിങ്ങൾ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക. 211/2025 എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. അപേക്ഷിക്കേണ്ട മെത്തേഡ് ഒന്ന് ചുരുക്കി പറയാം. PSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം, അതായത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നീട് അതിൽ ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യുന്നൊരു പോർഷൻ ഉണ്ട്. അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് മറ്റ് കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മിനിമം നിങ്ങൾക്ക് +2 മതി അപേക്ഷിക്കാനായിട്ട്. സോ ഇതിനു മുമ്പ് നിങ്ങൾ ഏതെങ്കിലും PSCൻ്റെ ലിസ്റ്റിലോ യൂണിഫോം പോസ്റ്റിലേക്കുള്ളവരുണ്ടെങ്കിൽ, PSC ഉദ്യോഗാർത്ഥികൾ ഏറെ ബുദ്ധിമുട്ടുന്നത്, PSC പരീക്ഷയെക്കാളും ബുദ്ധിമുട്ടുന്നത്, ഒട്ടുമിക്ക ഭൂരിഭാഗം കുട്ടികളും ബുദ്ധിമുട്ടുന്നത് ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്ന കടമ്പ പാസ്സാവാനായിട്ട്. സോ അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മൾ അക്കാഡമിക് പാർട്ട്ണറെ സെലക്ട് ചെയ്ത കാര്യമൊക്കെ ഇതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കാരണം ഐക്യാൻ അക്കാഡമിയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ, പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ, എല്ലാവരും അവിടുന്ന് ഫിസിക്കൽ ചെയ്ത്, വിവിധ ലിസ്റ്റിലുള്ളവർ ഫിസിക്കൽ ചെയ്ത് ജോലിയിലേക്ക് കയറി പോയിട്ടുണ്ട്. നിലവിൽ അവിടെ ഫിസിക്കൽ ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറിയിട്ട് നിങ്ങൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും അവിടുന്ന് നൽകുന്നതായിരിക്കും. സോ കം ബാക്ക് ടു നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് തിരികെ. ഇവിടെ കാണാൻ സാധിക്കും ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 27,900 മുതൽ 63,700 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. വേക്കൻസി റിപ്പോർട്ട് ചെയ്ത ജില്ലകൾ നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റിലും വേക്കൻസി റിപ്പോർട്ട് ചെയ്ത ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, അതുപോലെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലാണ് ഇതിന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് 13 ജില്ലകളിലും വേക്കൻസി റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഡിസ്ട്രിക്ട് വൈസിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ 19 വയസ്സ് മുതൽ ഏകദേശം 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 2/1/1995 1/1/2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കാം. SC STക്ക് 5 വർഷത്തെ ഇളവ് പ്രായത്തിൽ നിന്ന് ലഭിക്കും. OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെ ഇളവും പ്രായത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കാം. SC STക്ക് 5, OBCക്ക് 3 പ്രായത്തിൽ ഇളവ് നൽകപ്പെടും. അതായത് SC ST അപേക്ഷിക്കുമ്പോൾ 35 വരെയും OBCക്ക് 33 വരെ അപേക്ഷിക്കാമെന്ന് സാരം. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് പാസ് ഇൻ +2 ആണ്. +2 നിങ്ങൾക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇക്വവാലൻറ്റോ അല്ലെങ്കിൽ അതിന് ഹയർ ക്വാളിഫിക്കേഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. +2 ഇക്വവാലൻ്റ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇനി ഇത് ഒരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ റിക്വയർമെൻറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ ആൺകുട്ടികളുടെ നമുക്ക് നോക്കാം. ആൺകുട്ടികൾക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മിനിമം ഒരു 168 സെൻറ്റിമീറ്റർ എങ്കിലും ഉയരം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. 81 സെൻറ്റിമീറ്റർ എന്തുണ്ടാവണം, ചെസ്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും ആൺകുട്ടികൾക്ക് സാധിച്ചിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ SC അതുപോലെ തന്നെ ST കുട്ടികൾക്ക് 160 സെൻറ്റിമീറ്റർ ഉയരം മതി. അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ദി മിനിമം ഓഫ് ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ വേണമെന്നും കൂടി ഇവിടെ പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി, അതായത് നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും, ആദ്യം PSC എക്സാം ഉണ്ടാവും. ആ ഒരു PSC എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുമെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾ ദി മെയിൽ കാൻഡിഡേറ്റ് മസ്റ്റ് ക്വാളിഫൈ ഇൻ എനി ഓഫ് 5. ഈ 8 ഇവൻറ്റ്സിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. ഏതെന്നില്ല, ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവും. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 100 മീറ്റർ ഓട്ടം ഉണ്ട്, അതിൻ്റെ ടൈം, ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഇപ്പുറം കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോക്കാം. 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ് ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട്, പുട്ടിംഗ് ദി ഷോട്ട് ഉണ്ട്, അതുപോലെ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഉണ്ട്, റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട്, പിന്നെ
പുള്ളപ്പ് ഓർ ചിന്നിങ് ഉണ്ട്, 1500 മീറ്റർ ഓട്ടമുണ്ട്. ഈ ഇവൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ പാസ്സായാൽ നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം പറയുന്നത് കാണാൻ സാധിക്കും. ഇൻഡുറൻസ് ടെസ്റ്റ് ഉണ്ട്. ഓൾ മെയിൽ കാൻഡിഡേറ്റ് ഷാൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആൻ ഇൻഡുറൻസ് ടെസ്റ്റ് ഓഫ് റണ്ണിങ് 2 കിലോമീറ്റർ ഓട്ടം 13 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓടി തീർത്തണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഫിസിക്കൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 157 സെന്റിമീറ്റർ ഉയരം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ SC/ST ഉദ്യോഗാർത്ഥികളാകുമ്പോൾ 150 സെന്റിമീറ്റർ ഉയരം മതി എന്നും കൂടി പ്രത്യേകം പറയുന്നുണ്ട്. ഫീമെയിൽസിന്റെ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഫീമെയിൽസിന് 9 ഫിസിക്കൽ ഐറ്റം ഉണ്ട്. നേരത്തെ ആൺകുട്ടികൾക്ക് 8 ആണെങ്കിൽ ഇവിടെ 9 ഐറ്റം ഉണ്ട്. ഈ 9 എണ്ണത്തിൽ ഫിസിക്കലിൽ വനിതകൾ ഏകദേശം 5 എണ്ണം മാത്രം ക്വാളിഫൈ ചെയ്താൽ മതി. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ 9 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെ നിങ്ങൾക്ക് ടൈം, ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഇപ്പുറവും കൊടുത്തിട്ടുണ്ട്. പട്ടികൻ്റെ ഇപ്പുറമായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ 100 മീറ്റർ ഓട്ടം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 17 സെക്കൻഡുള്ളിൽ. ഇപ്പുറം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം കേട്ടോ. പിന്നെ ഹൈ ജമ്പ് ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട്, പുട്ടിംഗ് ദി ഷോട്ട് ഉണ്ട്, 200 മീറ്റർ ഓട്ടം ഉണ്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഉണ്ട്, ഷട്ടിൽ റൈസ് ഉണ്ട്, അതുപോലെ പുള്ളപ്പ് ഓർ ചിന്നിങ് അത് വരുന്നുണ്ട്, പിന്നെ സ്കിപ്പിംഗ് വരുന്നുണ്ട് 1 മിനിറ്റിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലി പാസ്സാവും. പിന്നെ അതുകൊണ്ട് തീർന്നില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻഡുറൻസ് ടെസ്റ്റ് വനിതകൾക്കും ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 2 കിലോമീറ്റർ ഓടി തീർത്താനായിട്ട് വനിതകൾക്ക് കിട്ടുന്നത് 15 മിനിറ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിൻ്റെ ഉള്ളിൽ വനിതകൾ ഫിസിക്കലും പാസ്സായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഇൻഡുറൻസ് ടെസ്റ്റ് കൂടി പാസ്സാവേണ്ടതുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ മെഡിക്കൽ സ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് വിഷൻ 6/6 നിയോ വിഷൻ 0.5 പറയുന്നത് കാണാൻ സാധിക്കും. കളർ വിഷൻ നോർമൽ ആയിരിക്കണം. പിന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയധികം കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ ഇതിനെ അപേക്ഷിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കേരള PSCന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ആദ്യം എൻ്റർ ആയിട്ട് അതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ 211/2025 എന്ന കാറ്റഗറി നമ്പറിലൂടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട.